ദൈവം മനുഷ്യൻ്റെ ശരീരത്തെ ഉണ്ടാക്കിയത് ഒരു എഞ്ചിൻ പോലെയാണ്. അത് പ്രവർത്തിക്കാൻ ഇന്ധനം വേണം. ആ ഇന്ധനത്തെ നാം ഭക്ഷണം എന്നാണ് പറയുന്നത്. ആവശ്യ സമയത്ത് ഇന്ധനം നിറയ്ക്കാൻ ദൈവം വിശപ്പ് എന്ന കാര്യം നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഭക്ഷണം നമ്മുടെ വിശപ്പിനെ തൃപ്തിപ്പെടുത്തി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആവശ്യമായ ഊർജ്ജം നമുക്ക് തരുന്നു. ഭക്ഷണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാൽ ഒരാൾ ഫാസ്റ്റിംഗ് എടുക്കാനുള്ള കാരണം എന്താണ്? ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു ദിവസം 3 നേരം ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ ബലം ഉണ്ടാകാൻ വേണ്ടി നാം ഭക്ഷണം കഴിക്കണം. എന്നാൽ ചിലർ ആത്മീയ കാരണത്തിന് ഭക്ഷണങ്ങൾ ഒഴിവാക്കാറുണ്ട്. ഉപവസിക്കുമ്പോൾ നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ വിഷാദഭാവത്തോടെ ഇരിക്കരുത്. തങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുകയാണെന്ന് മനുഷ്യരെ കാണിക്കേണ്ടതിനു വേണ്ടി അവർ വിഷാദമുഖം കാണിക്കുന്നു. ഞാൻ സത്യം പറയട്ടെ, അവരുടെ പ്രതിഫലം അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ തലയിൽ എണ്ണ തേക്കുകയും മുഖം കഴുകുകയും ചെയ്യുക. അങ്ങനെയായാൽ നിങ്ങൾ ഉപവസിക്കുകയാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കുകയും നിങ്ങളുടെ അദൃശ്യനായ പിതാവ് മാത്രം അറിയുകയും ചെയ്യും. നിങ്ങൾ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് സന്തോഷം തരുന്നതും ആവശ്യമുള്ളതുമായ ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. യേശു നമ്മുടെ ഉപവാസം പ്രകടിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് പറഞ്ഞു. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കാൻ വേണ്ടി നിങ്ങൾ ഉപവസിക്കരുതെന്ന് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. നിങ്ങൾ ഉപവസിക്കുമ്പോഴെല്ലാം എന്ന് യേശു പറഞ്ഞതിൽ നിന്ന് ഉപവാസം ഒരു അത്യാവശ്യ ആത്മീയ കാര്യമാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ഒരു ആഗ്രഹത്തിൽ നിന്ന്, അതായത് പൊതുവെ നാം കഴിക്കുന്ന ഭക്ഷണം താൽക്കാലികമായി വേണ്ടെന്ന് വയ്ക്കുക എന്നതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് പകരം ആ സമയങ്ങളിൽ ആത്മീയ ആവശ്യത്തിനു വേണ്ടി നിങ്ങൾ രഹസ്യ പ്രാർത്ഥനയിൽ സ്വയം സമർപ്പിച്ച് എന്ത് കാര്യത്തിനാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആലോചന വേണ്ടത് അതിനുവേണ്ടി കാത്തിരിക്കുക. എന്നാൽ ഭക്ഷണം ഒഴിവാക്കുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യം മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കണം എന്നതാണെങ്കിൽ നിങ്ങൾ എത്ര ആത്മീയനായിട്ടാണോ കാണിക്കുന്നത് അപ്പോൾ അവരുടെ അംഗീകാരം നിങ്ങൾക്ക് പ്രതിഫലമായിരിക്കും. ഉപവാസത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. നിങ്ങൾ മുമ്പ് ഒരിക്കലും ഉപവസിച്ചിട്ടില്ലെങ്കിൽ ഒരു നേരം ഭക്ഷണമില്ലാതെ ഇരിക്കുക എന്ന ആശയം ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നതായിരിക്കും. ഒരു ദിവസം 3 തവണ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിയാണ് നാം പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആളുകൾ പലതരം പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഒരുപാട് വിശക്കാൻ സാധ്യതയുണ്ടോ, വിശപ്പ് കൂടി വയറുവേദന ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവർ ഞാൻ ഉപവസിച്ച എൻ്റെ ഫ്രണ്ട്സ് എന്നെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്ന് ആലോചിക്കുന്നവരുണ്ട്. ഞാൻ ഉപവസിക്കുകയാണെന്ന് എൻ്റെ ഫ്രണ്ട്സിന് മനസ്സിലായാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആകർഷിക്കാനല്ല നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങൾക്ക് അവരോട് പറയേണ്ട ദൈവത്തോടുള്ള നമ്മുടെ മതപരമായ ഭക്തി പുറത്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഉപവാസം നിങ്ങളും ദൈവവും തമ്മിലുള്ള ഒരു സ്വകാര്യ ഉടമ്പടിയാണ്. നിങ്ങൾക്ക് രഹസ്യമായി ഉപവസിക്കാം, ആരോടും പറയേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങളുടെ പള്ളിയിലോ മറ്റേതെങ്കിലും വ്യക്തിയുടെ കൂടെയോ ഒരുമിച്ച് ഉപവസിക്കാം. സത്യത്തിൽ ഉപവാസം എന്ന് പറയുന്നത് എന്താണ്? ഇത് ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടി എടുക്കുന്നതല്ല. ആരോഗ്യപരമായ കാരണങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഒഴിവാക്കുന്നതുമല്ല. ആത്മീയ കാരണങ്ങൾക്ക് വേണ്ടിയുള്ള ഉപവാസം പലതരത്തിലുണ്ട്. ഉപവാസം ഒരു ബൈബിൾ അച്ചടക്കമാണ്. അത് ആരെയും ആത്മീയമായി മെച്ചപ്പെടുത്താനും ദൈവത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന യോദ്ധാവാക്കാനും സഹായിക്കും. ഉപവാസ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തെ ദൈവം ശ്രദ്ധിക്കുന്നു. ഉപവാസത്തിൽ നിങ്ങളുടെ മനോഭാവം എന്താണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ ഒരു സ്ത്രീയോട് തനിക്ക് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അവൾ അംഗീകരിക്കുന്നത് അവൻ എത്ര വലിയൊരു കവിത പഠിച്ചിട്ട് വന്ന് പറയുന്നു എന്നതിലല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തെ കണ്ടിട്ടാണ്. അതേ ഉപവാസത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഉപവസിക്കാൻ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഉപവസിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഉപവാസത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷേ ഏത് വിഷയത്തിനാണ് ഉപവസിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കുക. ചെറുപ്പക്കാരനായ ദാവീദ് ഗോലിയാത്തിനെ നേരിട്ട സമയത്ത് ബാക്കി ഇസ്രായേലി പട്ടാളക്കാരായ ആരും തന്നെ ആ ഭീമനെ നേരിടാൻ ആഗ്രഹിച്ചില്ല. അവർ യുദ്ധം ചെയ്തില്ല എന്ന് മാത്രമല്ല, ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കാൻ എല്ലാവരും ദാവീദിനോട് വ്യത്യസ്ത കാരണങ്ങൾ പറഞ്ഞു. എന്നിരുന്നാലും ദാവീദ് പിന്മാറിയില്ല. ആ ഭീമനെ നേരിടാൻ അദ്ദേഹത്തിന് ശക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനോ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു എന്നല്ല, കാരണങ്ങൾ മനസ്സിലാക്കി ഉപവസിക്കുക. ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണോ കാരണങ്ങൾ അതൊരു കടലാസിൽ എഴുതുക. നിങ്ങൾ ആ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുമ്പോൾ അത് ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. ഉപവസിക്കുന്നത് എന്തിനാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടായിരിക്കും, പക്ഷേ ആ കാരണങ്ങൾ സമയമെടുത്ത് എഴുതുക. ആ പോയിന്റ്സ് കാണുമ്പോൾ ആ വിഷയത്തിന് വേണ്ടി കൂടുതൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഉപവാസം നന്നായി പ്ലാൻ ചെയ്യുക. ഉപവാസം പെട്ടെന്നെടുത്ത തീരുമാനത്തിൽ അല്ലെങ്കിൽ അശ്രദ്ധമായ മനോഭാവത്തോടെ ചെയ്യരുത്. നിങ്ങളുടെ വിഷയത്തിൽ മറുപടി കിട്ടുവാൻ വേണ്ടി തന്നെ പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ആ വിഷയത്തിൽ പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. എത്രത്തോളം എടുക്കാൻ പറ്റും എന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ച് ഉപവാസം എടുക്കരുത്. ചിലർ ഉപവാസത്തെക്കുറിച്ച് പറയാറുള്ളത് വിശപ്പ് സഹിക്കാൻ കഴിയുന്നതുവരെ നോക്കട്ടെ എന്ന്. പിന്നീട് വിശപ്പിൻ്റെ അസ്വസ്ഥത നന്നായിട്ടുണ്ടാകുമ്പോൾ അവർ ആ ഉപവാസം ഉപേക്ഷിക്കും. നന്നായി പ്ലാൻ ചെയ്ത ശേഷം മാത്രം ഉപവാസം എടുക്കുക. ദൈവകൃപയുടെ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഉപവാസത്തിൽ ഏർപ്പെടുന്നത്. ഇനി നമുക്ക് ഏത് സമയത്ത് ഉപവസിക്കണം എന്നതിനെക്കുറിച്ച് നോക്കാം.
നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ദൈർഘ്യത്തെയോ വിവിധ ഘട്ടങ്ങൾ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉപവാസം തീരുമാനിക്കുന്ന ദിവസങ്ങളിൽ വിശേഷ ദിവസങ്ങൾ ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഉപവാസം എടുക്കുന്നത് ഉചിതമല്ല. ക്രിസ്മസ്, വിവാഹങ്ങൾ, അങ്ങനെ പലതും. എന്ത് തരം ഉപവാസം നിങ്ങൾ എടുത്താലും അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആദ്യ ചുവടുവെപ്പാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ദൈവം നിങ്ങളുടെ ഹൃദയം കാണുന്നു, അതനുസരിച്ച് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.